ധ്യാൻ ശ്രീനിവാസന്റെ ഇന്റർവ്യൂസ് ഒക്കെ കേൾക്കാൻ പ്രേക്ഷകർക്ക് വളരെ താല്പര്യവുമാണ് ഇഷ്ടവുമാണ്. വളരെ നന്നായി തുറന്നു സംസാരിക്കുന്ന വ്യക്തി കൂടിയാണ് ധ്യാൻ. ഒന്നിനു പിറകെ ഒന്നെന്ന രീതിയിൽ ധ്യാനിന്റെ സിനിമകൾ ഇറങ്ങാറുമുണ്ട് ഈ അടുത്തായി. ധ്യാൻ ശ്രീനിവാസനാണ് 2024 ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ച നായക നടൻ. നായകനായും സഹനടനായും 13 സിനിമകളിലാണ് ധ്യാൻ പ്രത്യക്ഷപ്പെട്ടത്. 2025ലും അതേ എഫക്റ്റ് തുടരുകയാണ്. മലയാള സിനിമയിൽ ചുരുങ്ങിയ സമയം കൊണ്ട് പ്രേക്ഷക പ്രീതി നേടിയ നടൻ കൂടിയാണ് ധ്യാൻ. നടൻ എന്ന നിലയിൽ മാത്രമല്ല, സംവിധായകൻ എന്ന നിലയിലും ധ്യാൻ ശ്രദ്ധ നേടിയിട്ടുണ്ട്. ഇപ്പോഴിതാ മോഹൻലാലിനെ വെച്ച് ഒരു സിനിമ ചെയ്യണമെന്നും ധ്യാൻ പറയുകയാണ്. എന്നാൽ കഥയുണ്ടെന്നും നടക്കാനുള്ള സാധ്യത കുറവാണെന്നും ധ്യാൻ തുറന്നു പറയുന്നു. ഒരു ഓൺലൈൻ ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് താരത്തിന്റെ പ്രതികരണം. മോഹൻലാലിനെ നായകനാക്കി താൻ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചിത്രത്തെക്കുറിച്ചാണ് മനസ്സ് തുറന്നിരിക്കുന്നത് നടനും സംവിധായകനുമായ ധ്യാൻ ശ്രീനിവാസൻ. ധ്യാൻ പറയുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾ ലാൽ സാറിനെ വെച്ചൊരു സിനിമ ആലോചിക്കുന്നുണ്ട്. ചർച്ച മാത്രമേ നടക്കുന്നുള്ളൂ. ഞാൻ ആലോചിക്കുന്ന സിനിമ അത്തരമൊരു സിനിമയാണ്. ഒരു കഥയുണ്ടായിരുന്നു. ഒരുപാട് മുന്നേ ആലോചിച്ചതാണ്. ആഗ്രഹങ്ങളാണല്ലോ. ആ കഥ ലാൽ സാറിനെ വെച്ചോ മമ്മൂക്കിയെ വെച്ചോ ചെയ്യണമെന്നുണ്ടായിരുന്നു. എന്റെ ആഗ്രഹമാണ്. ത്രില്ലറിൽ ഇപ്പോൾ ലാൽ സാറിന്റെ എമ്പുരാൻ തുടരുമൊക്കെ വരുന്നുണ്ട്. പക്ഷേ ആ ചോട്ടാ മുംബൈ വരുമ്പോൾ അവിടെ സെലിബ്രേഷനാണ് ആളുകൾക്കിടയിലുള്ളത്. മോഹൻലാൽ എന്ന നടനെ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. നമ്മൾ പുറത്ത് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം സ്ക്രീനിൽ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. നമ്മൾ പുറത്ത് ഡാൻസ് കളിക്കുന്നു, അദ്ദേഹം സ്ക്രീനിൽ കളിക്കുന്നു. അങ്ങനെയൊരു സിനിമ വരണം. സിനിമ കാണണമെന്ന് എനിക്കും നിഷാദിനും ആലോചനയുണ്ട്. അതുപോലെ സുചിത്രയും പ്രണവും കൂടെ ഫ്ലൈറ്റിൽ പോകുമ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, ഇതുപോലെ ഒരു സംഭവം ആലോചിക്കുന്നുണ്ടെന്ന്. ഇത് നടക്കണമെന്നില്ല, 10% സാധ്യതയുള്ളൂ. പക്ഷേ ഞാൻ പോയൊരു ശ്രമം നടത്തും. പോയി കഥ പറയും ചിലപ്പോൾ. ഇപ്പോൾ ആകണമെന്നൊന്നുമില്ല. എന്റെ ടൈപ്പ് ഓഫ് വേൾഡിൽ ഹ്യൂമറിൽ പുള്ളിയെ കാണാൻ ആഗ്രഹമുണ്ട്. ഡാൻസ്, പാട്ട്, അടിപിടി, മസാല, അങ്ങനെ ഒരു പടം കാണണമെന്ന് വളരെ വലിയ ആഗ്രഹമുണ്ട്. പുള്ളിയെ ഇപ്പോൾ കാണുന്നതിൽ നിന്ന് ഒന്ന് വ്യത്യസ്തനായി കാണാനുള്ള ആഗ്രഹമാണെന്നും ധ്യാൻ പറയുന്നു. എന്തായാലും ധ്യാനിന്റെ ആ സിനിമ ഉടൻ തന്നെ ഇറങ്ങട്ടെ എന്ന് തന്നെയാണ് ആരാധകരും പറയുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.